أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. കിതാബുൽ അർബഈൻ അന്നവവിയ്യ, ഹദീസ് നമ്പർ 18. അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നതിനെ കുറിച്ചും സൽ സ്വഭാവത്തെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അറുക്കപ്പെടുന്ന മൃഗങ്ങളോട് പോലും, കൊല്ലപ്പെടുന്ന മനുഷ്യനോട് പോലും വളരെ ഗുണം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. അപ്പോ സ്വന്തം മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക്, ശിഷ്യന്മാർക്ക്, ഭാര്യ മക്കൾക്ക്, കൂട്ടുകുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയേണ്ടതേയില്ല. അത്രയും വിശാല അർത്ഥമുള്ള ഹദീസാണ് കഴിഞ്ഞുപോയത്. ഇന്ന് നമ്മൾ പറയുന്ന ഹദീസ് അൻ അബീ ദർരിൻ ജുന്ദബ് ഇബ്നു ജുനാദ വ അബി അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുമാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന രണ്ട് സ്വഹാബികളും പ്രശസ്തരാണ്. അബൂദർ ജുന്ദബ് ഇബ്നു ജുനാദ, ജുന്ദുബ് എന്നാണ് ഇവരെ പേര്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പരിചയമുണ്ടാവില്ല. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നമ്മൾ പ്രഭാഷണത്തിലും ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നന്നായി പരിചയപ്പെട്ട പ്രശസ്തനായ സ്വഹാബിയാണ്. മറ്റൊന്ന് അബൂ അബ്ദുറഹ്മാൻ എന്ന ഓമന പേരുള്ള മുആദ് ഇബ്നു ജബൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലേക്ക് നിയോഗിച്ചയച്ച പ്രസിദ്ധനായ സ്വഹാബി. ഇവർ രണ്ടുപേരുമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് ഇവർ രണ്ടാളുമാണ്. അതില് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ചെറിയൊരു രീതിയിൽ സ്വഹാബികളുടെ ചരിത്രം പറയുന്ന സൂറത്തുൻ മിൻ ഹയാത്തി സ്വഹാബയുടെ 143-ാമത്തെ പേജിൽ പറയുന്നു. അതില് ഒന്ന് വായിക്കാം. മാ അഖല്ലത്തിൽ ഗബ്റാഉ വമാ അളല്ലത്തിൽ ഖദ്റാഉ മിൻ റജുലിൻ അസ്ദഖു മിൻ അബീ ദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല ചന്തമുള്ള ഒരു വാക്ക്. ഈ ഭൂമി ഇത് വഹിച്ചിട്ടില്ല, ആകാശം നിഴലിട്ടിട്ടില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സത്യസന്ധനായ ഒരാൾക്ക്, അതായത് ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്, അത്രയും സത്യസന്ധനാണ് അബൂദർ റളിയല്ലാഹു അൻഹു എന്ന് സത്യം ചെയ്യുകയാണ്, എന്ന് പ്രസ്താവിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദ്ദാൻ എന്ന് പറയുന്ന ആ ഒരു മലഞ്ചെരുവിലായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്നത്. ഏതായാലും അവരുടെ ഗോത്രം വളരെ പട്ടിണി പാവങ്ങൾ താമസിച്ചിരുന്ന അവരുടെ ഗോത്രം ഗിഫാർ ഗോത്രമാണ്. വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു അവർ. അവരുടെ നാട്ടിലൂടെ ഖുറൈശി വ്യാപാരികൾ, കാഫിലകൾ അവർ സഞ്ചരിക്കും, ഷാമിലേക്ക് പോകും, തിരിച്ചു വരും. ആ സമയത്ത്
അവർക്കെന്തെങ്കിലും ആ യാത്രാ സംഘങ്ങൾക്ക് എന്തെങ്കിലും ഖിദ്മകൾ ചെയ്ത് കിട്ടുന്ന അതിൽ നിന്നാണ് പലപ്പോഴും ഇവര് വല്ലതും നേടിയിരുന്നത്. അവരുടെ കാര്യമായി എന്തെങ്കിലുമൊക്കെ കിട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്. അത്രയും വളരെ പാവപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. മഹാനായ ജുന്ദുബ് ബിനു ജുനാദർ റളിയല്ലാഹു അൻഹു അൽ മുക്കന്നാബി അബീദർ, മഹാനവറുകളുടെ ഓമനപ്പേരാണ് അബൂദർ എന്നത്. പക്ഷേ ആ ആളുകളിൽ നിന്ന്, ആ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വളരെ തലയെടുപ്പുള്ള, നല്ല ബുദ്ധികൂർമ്മതയുള്ള, മാത്രമല്ല നല്ല ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് ആദ്യമേ ഈ ബിംബാരാധന എന്ന് പറയുന്നത്, നമ്മൾ ഒരു ബിംബത്തെ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിനെ ദൈവമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ പടച്ചവനാണല്ലോ, എല്ലാം പടച്ചവൻ, എന്നെയും ഈ ബിംബത്തെയും പടച്ചവൻ ഈ ബിംബമാണ് എന്ന് വിശ്വസിക്കുന്ന, അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ ആ ബുദ്ധിയുള്ള മനുഷ്യന് മഹാനവറുകളെ മനസ്സ് സമ്മതിച്ചിരുന്നില്ല. ഒരു നവോത്ഥാന നായകനെ, ഒരു പരിഷ്കർത്താവിനെ മഹാനവറുകളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു എന്ന് കാണാം. അങ്ങനെ അപ്പോഴാണ് മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ആ വിവരം കിട്ടിയപ്പോൾ തന്റെ സഹോദരനാകുന്ന ഫഖാലലി അഖീഹി അനീസ്, അനീസ് എന്ന് പറയുന്ന തന്റെ സഹോദരനോട് പറഞ്ഞു, ഇൻതലിഖ് ല അബാലക് ഇലാ മക്ക, നിങ്ങൾ മക്കയിലേക്ക് പോകണം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാർത്തകൾ ശേഖരിക്കണം. അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നു, അവിടുന്ന് ആകാശത്തിൽ നിന്ന് വഹി വരുന്നുവെന്ന് വാദിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രവാചകനാണെന്നും വഹി ലഭിക്കുന്നുണ്ടെന്നൊക്കെയാണ് വാദം. അത് കറക്റ്റാണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കി വരണം എന്ന് പറഞ്ഞിട്ട് അനീസ് എന്ന സഹോദരനെ പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ പോയിട്ട് പറഞ്ഞു, ഫഖാൽ, പോയി വന്നിട്ട് പറയാണ്, ലഖദ് റഅയ്തു വല്ലാഹി റജുലൻ യദ്ഉ ഇലാ മകാരിമിൽ അഖ്ലാഖ് വയഖൂലു കലാമൻ മാ ഹുവ ബിശ്ശിഅർ. അദ്ദേഹം വളരെ സ്തുത്യർഹമായ ഒരു സ്വഭാവത്തിലേക്കാണ്, ഒരു സംസ്കാരത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കി. മാത്രമല്ല വല്ലാത്ത മാസ്മരികതയുള്ള സംസാരമാണ്. ആ സംസാരം അത് കവിതയല്ല, പക്ഷേ അത് ആ ഒരു സംസാരത്തിന് വലിയ സാഹിത്യ ഭംഗിയുണ്ട്, വലിയ മാസ്മരികതയുണ്ട്. അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അദ്ദേഹം പറയുന്നത്, ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പൊ പറഞ്ഞു, ആളുകൾ ഇങ്ങനെ സാഹിറാണ്, മാരണക്കാരനാണെന്ന് പറയുന്നവർ, കാഹിനാണ്, ജ്യോത്സ്യനാണെന്ന് പറയുന്നവർ, ഷായറാണ് എന്ന് പറയുന്നവർ. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ ഈ വർത്താനം കേട്ടിട്ട് എനിക്ക് ഒരു റാഹത്തായിട്ടില്ല. വലാ ഖളൈതലി വല്ലാഹി മാ ശഫൈതലി ഖലീലൻ വലാ ഖളൈതലി ഹാജ, എനിക്കെന്റെ ദാഹം തീർന്നിട്ടില്ല, എനിക്കെന്റെ ആവശ്യം തീർന്നിട്ടില്ല. പോരാ, നിങ്ങൾ എന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനൊന്ന് മക്കയിൽ പോയിട്ട് വരാം. ഫഹൽ അൻത കാഫിൻ അയാലി ഹത്ത അൻതലിക ഫഅൻദുറ ഫീ അംരി, അങ്ങനെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ്, ഞാനൊന്ന് പോയിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ മഹാനവറുകൾ തസവ്വദ അബൂദർ ലിനഫ്സിഹി വഹമല മഅഹു ഖർബത മാഇൻ സ്വഗീറ വതജഹ മിൻ ഗദിഹി ഇലാ മക്ക യുരീദു ലിഖാ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ വഖൂഫ് അലാ ഖബരിഹി ബിനഫ്സിഹി. അങ്ങനെ മഹാനവറുകൾ യാത്രാ സാമഗ്രി ഒക്കെ തയ്യാറാക്കി, വെള്ളം ഒക്കെ റെഡിയാക്കിയിട്ട്, വെള്ളവും ഭക്ഷണമൊക്കെ റെഡിയായി, പിറ്റേ ദിവസം മഹാനവറുകൾ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ മഹാനവറുകൾ അവിടെ എത്തി. പക്ഷേ ആ ഒരു വിവരം ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ സ്വന്തമായി ഇങ്ങനെ വീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ കാണാം, സംസാരിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ ഹറമിൽ ഇങ്ങനെ കഴിയുകയാണ്. ആരോടും അന്വേഷിക്കാതിരിക്കാനുള്ള കാരണം, ലിദാ കരിഹ അൻ യസ്അല അഹദൻ അൻ മുഹമ്മദിൻ ലിഅന്നഹു മാ കാന യദ്രി അയകൂനു ഹാദൽ മസ്ഊൽ മിൻ ശിയഅതിഹി ഔ മിൻ അദ്വി. കാരണം ഈ ചോദിക്കപ്പെടുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീമാണോ അല്ലെങ്കിൽ ശത്രുവാണോ എന്നറിയില്ലല്ലോ. അങ്ങനെ വലമ്മ ഖുബലൽ ലൈലു ഇൽതജാ ഫിൽ മസ്ജിദ്, മഹാനവറുകൾ രാത്രിയായപ്പോൾ പള്ളിയിൽ കിടന്നു. ഫമറ ബിഹി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫഅറഫ അന്നഹു ഗരീബ്. അപ്പോഴാണ് അലിയാർ അതിലെങ്ങനെ വരുന്നത്.
അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇതൊരു വിദേശിയാണ് എന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഹലുമ്മയിലൈന അയ്യുഹർ റജുൽ, ഓ മനുഷ്യ, നിങ്ങൾ ഹലുമ്മ എന്ന് പറഞ്ഞാൽ താൽ, നിങ്ങൾ വരൂ, എന്റെ കൂടെ വരൂ, എന്റെ കൂടെ വന്നോളൂ, നമുക്ക് വീട്ടിൽ പോയി കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി. ഫമല്ലാ മഅഹു വബാത ലൈലതുഹു ഇൻദ, അന്ന് മഹാനവറുകളോട് ഒന്നിച്ച് രാപ്പാർത്തു. വഫിസ് സ്വബാഹ്, നേരം വെളുത്തപ്പോ മഹാനവറുകൾ ഹമല ഖർബതഹു വമിസ്വദഹു വഅദ ഇലൽ മസ്ജിദ്, തന്റെ തോൽപാത്രവും തന്റെ യാത്രോപകരണങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മഹാനവറുകൾ തന്റെ മിസ്വദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് തന്റെ സാദൊക്കെ ഉള്ള കീസ്, ഭക്ഷണം ഇട്ട കീസും തന്റെ തോൽപാത്രമൊക്കെ എടുത്തിട്ട്, നമ്മൾ ഭാണ്ഡം എന്ന് പറയില്ലേ, അത് എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് പള്ളിയിലേക്ക് വന്നു. ഒരാളോടും അതിനെക്കുറിച്ച് ചോദിച്ചില്ല. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞില്ല. അതുപോലെ അലിയാർ വന്നു. ആ ദിവസവും അങ്ങനെ തന്നെ. അങ്ങനെ ചുരുക്കി പറയാ, രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു അലി റളിയല്ലാഹു അൻഹു, ഫലമ്മാ കാനത്തിൽ ലൈലത്തു സാലിസത്തു ഖാല അലിയു ലിസ്വാഹിബി, മൂന്നാമത്തെ ദിവസമായപ്പോൾ അലിയാര് തന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലാ തുഹദ്ദിസുനി അമ്മ അഖ്ദമക ഇലാ മക്ക, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മക്കയിലേക്ക് വന്നത് എന്ന് പറയാവോ? അപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഅതൈതനി മീസാഖൻ അൻ തുർഷിദനി ഇലാ മാ അത്ലുബു ഫഅൽത്, നിങ്ങൾ എനിക്ക് ഒരു ഉറപ്പ് തരികയാണെങ്കിൽ, ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞു, ലഖദ് ഖസത്തു മക്കത മിൻ അമാകിന ബഈദ അബ്തഗി ലിഖാ അൻ-നബി അൽ-ജദീദ് വസമാഅ ശൈഇൻ മിമ്മാ യഖൂലു, ഞാൻ വളരെ ദൂരത്ത് നിന്ന് മക്ക ലക്ഷ്യമാക്കി വന്നത് ഇവിടെ ഒരു പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നത് കേട്ടിട്ടാണ്, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാലോ എന്ന് കരുതിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അപ്പോൾ ഫംഫറജത് അസാരിറു അലി റളിയല്ലാഹു, അലി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുഖത്ത് സന്തോഷം കളിയാടി. മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹി ഹഖ്ഖൻ വ ഇന്നഹു വ ഇന്ന, ഒരു വല്ലാത്ത പ്രയോഗമാണ്. അലിയാര് അറിവിന്റെ കവാടമല്ലേ. അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹ്, അല്ലാഹയാണ് സത്യം, ഇന്നഹു ലറസൂലുള്ളാഹ്, തീർച്ചയായിട്ടും അദ്ദേഹം, നിങ്ങൾ ആ തേടുന്ന ആള് റസൂലുള്ളാഹാണ്, അള്ളാന്റെ ദൂതനാണ്, ഹഖ്ഖൻ, ഞാനിത് സത്യമായിട്ട് പറയാണ്. എന്നിട്ട് പിന്നെ വൈന്നഹു വൈന്നഹു, അതായത് റസൂലുള്ളാഹാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകള് വല്ല വാതോരാതെ സംസാരിച്ചു പോയി. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ഫൈദ അസ്ബഹന ഫത്ബഅനി ഹൈസുമാ സിർത്, അങ്ങനെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങൾ ഇങ്ങനെ പോന്നാ മതി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നുണ്ട്, ഞാൻ ഫഇൻ റഅയ്തു ഷൈഅൻ അഖാഫുഹു അലൈക വഖഫ്തു കഅന്നി ഉരീഖുൽ മാ ഫഇൻ മളൈതു ഫത്ബഅനി ഹത്താ തദ്ഖുല മദ്ഖലി, ഞാനിങ്ങനെ പോകുമ്പോ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പോകുമ്പോ വല്ല ഡൗട്ടും മറ്റുള്ളവർക്ക് തോന്നുന്നു, നമുക്ക് ഭയപ്പെടുന്ന വല്ലതുണ്ടെങ്കിൽ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു തരുന്നത് പോലെ കാണിക്കും. അങ്ങനെ പിന്നെ വിഷയം തീർന്നാൽ ഞാൻ വല്ല അങ്ങ് നടന്നു പോകും. ഞാനിങ്ങനെ പോയാൽ നിങ്ങൾ എന്റെ വയറ്റിലങ്ങനെ വന്നാൽ മതി, അങ്ങനെ നമുക്ക് എത്തേണ്ട അടുത്ത് എത്താന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയി ഹത്താ ദഖല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സയ്യിദുനാ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കലുണ്ട്. കടന്നപ്പം ഫഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅലൈക സലാം വഅലൈക സലാമുല്ലാഹി വറഹ്മത്തുഹു വബറകാതുഹു. അങ്ങനെയാണ് അപ്പോൾ സലാം അടക്കിയത്. ഇതിൽ വലിയൊരു രസം, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു പക്വത നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഫകാന അബൂദറിൻ അവ്വല മൻ ഹയ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതഹിയ്യത്തുൽ ഇസ്ലാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായിട്ട് ഇസ്ലാമിന്റെ അഭിസംബോധന, ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണല്ലോ സലാം പറയുക എന്നുള്ളത്. ഈ ഇസ്ലാമിന്റെ അഭിവാദനം ആദ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തിയത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ അത് അങ്ങ് നന്നായി വ്യാപിച്ചു, എല്ലായിടത്തും അത് പിന്നെ അത് പരക്കുകയുണ്ടായി.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുകയും യദൂഹു ഇലൽ ഇസ്ലാം വയഖറഉ അലൈഹിൽ ഖുർആൻ, ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മഹാനവറുകൾ ആ സമയത്ത് തന്നെ തന്റെ ഇസ്ലാമിനെ പരസ്യപ്പെടുത്തി. മഹാനവറുകൾ പുതിയതായ തന്റെ വിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ അന്ന് വളരെ കുറഞ്ഞ ആളുകൾ ഇസ്ലാമിലുള്ളൂ. ഒന്നുകിൽ മൂന്നാളുണ്ടായിരുന്നതിൽ നാലാമത്തെ ആളായി, അല്ലെങ്കിൽ നാലാളുണ്ട് അതിൽ അഞ്ചാമത്തെ ആളായി. ഇങ്ങനെയാണ് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ഇനി മഹാനായ അബൂദർ തങ്ങൾ തന്നെ കഥ പറയാണ്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നു. മഹാനവറുകൾ പറയുന്നു, അഖംതു ബഅദ ദാലിക മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മക്ക ഫഅല്ലമനി അൽ ഇസ്ലാം വഖറഅനി ശൈഅൻ മിനൽ ഖുർആൻ. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിന്റെ ഒപ്പം കൂടി. അങ്ങനെ എനിക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു തന്നു, എനിക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. എന്നിട്ട് റസൂലുള്ളാഹി എന്നോട് ഒരു ഉപദേശം പറഞ്ഞു, ലാ തുഖ്ബിർ ബി ഇസ്ലാമിക അഹദൻ ഫി മക്ക. മക്കയിൽ ഒരാളോട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയരുത്, നിങ്ങൾ ഇസ്ലാമായി വരെ ഒരാളോടും പറയരുത്. ഫൈനി അഖാഫു അലൈക അൻ യഖ്തുലുക, അവർ നിങ്ങളെ കൊല്ലുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അപ്പൊ മഹാനവറുകൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവേശത്തിൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ അബ്റഹു മക്കത ഹത്താ ആതിയൽ മസ്ജിദ്, നബിയെ ഞാൻ പള്ളിയിൽ ചെല്ലും, വ അസ്റൂഹ ബിദഅവത്തിൽ ഹഖ്, ഈ സത്യസന്ദേശം ഞാൻ ഉറക്കെ പറയും, ബൈന ളഹ്റാനൈ ഖുറൈശിൻ, ഈ ഖുറൈശികളുടെ മധ്യത്തിൽ വെച്ച് ഞാനത് ഉറക്കെ വിളിച്ചു പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഫസക്കത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹാനവറുകൾ ചെന്നു. ഫജിഅത്തുൽ മസ്ജിദ് വഖുറൈശുൻ ജുലൂസുൻ യതഹദ്ദഥൂൻ, ഖുറൈശികൾ അവിടെ ഇരുന്ന് ഉറക്കുകയാണ് മക്കത്തെ പള്ളിയിൽ. അങ്ങനെ ഫതവസ്സത്തുഹും, ഞാൻ അവരുടെ ഇടയിലേക്ക്, അവരുടെ മധ്യത്തിൽ ചെന്നിട്ട്, വനാദൈതു ബി അഅലാ സൗതി, എന്റെ പരമാവധി ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, യാ മഅശറ ഖുറൈശ്, ഓ ഖുറൈശികളെ, ഇന്നി അശ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, തീർച്ചപ്പെടുത്തി പറയുന്നു, അൻ, എന്താ കാര്യം എന്നറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തി തീർത്തു പറയുന്നു. അങ്ങനെ ഖുറൈശികൾ ഒന്നാകെ ചാടി എണീറ്റ്, വഖാമു ഇലയ്യ വജഅലു യദ്രിബൂനനി ലിയമൂത്ത്, അവര് എന്നെ കൊല്ലാൻ നോക്കി, എന്നെ അടിച്ചൊരു വിധാക്കി. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാകുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇത് കാണുകയും മഹാനവറുകൾ ഇവരെ മേലെ ചാടി വീണിട്ട് ഇവരെ സംരക്ഷിക്കുകയും എന്നിട്ട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്കാണ് എല്ലാ നാശങ്ങളും, അതഖ്തുലൂന റജുലൻ മിൻ ഖൈഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ കൊല്ലുകയാണോ? കാരണം വമറു ഖവാഫിലിക്കും അലൈഹിം, നിങ്ങളുടെ കാഫിലകൾ മുഴുവൻ പോകാറുള്ള വഴിയല്ലേ അത്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക എന്ന് എങ്ങനെ ഇത് അറിഞ്ഞപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലം മൻഹക്കാൻ ഇലാനി ഇസ്ലാമിക്, ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ലേ പരസ്യമാക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അങ്ങനെ ഏതായാലും അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽഹഖ് ബി ഖൗമിക്, നിങ്ങൾ നാട്ടിൽ പോയിക്കോളി, നിങ്ങളെ ഖിഫാർ ഗോത്രത്തിലേക്ക് ചെല്ലുക, എന്നിട്ട് വഖബ്ബിറുഹും ബിമാ റഅയ്ത വമാ സമിഅത്, നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ അവരോട് പറയാ, എന്നിട്ട് വദൂഹും ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിക്കുക, ലഅല്ലല്ലാഹു യൻഫഉഹും ബിക വയുജ്റുക ഫീഹിം, നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് അവർക്ക് വലിയ ഉപകാരം ചെയ്തേക്കാം, നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടെ പറഞ്ഞേച്ച്. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ അബൂദർ ഖിഫാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വലിയ മഹാനവറുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അനവധി കാര്യങ്ങൾ മുത്തനബിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ്. ഇനി വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവരാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടത്. മറ്റൊന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നിവേദകനെ കുറിച്ച് പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. ഇനി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ, ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും എന്റെ ഉമ്മത്തിൽ ഏറ്റവും അറിയുന്ന ആള് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകൾ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയം നല്ല ബുദ്ധികൂർമ്മതയുള്ള ആളാണ്, അതുപോലെ നല്ല മനക്കരുത്തുള്ള ആളാണ്, കാണാൻ വലിയ ചന്തമുള്ള അഞ്ഞന കണ്ണുകളുള്ള നല്ല തിളങ്ങുന്ന പല്ലുകളുള്ള ആ മദീനക്കാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയിരുന്ന മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു
മഹാനവറുകളെ കരങ്ങളിലൂടെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഖബയുടെ രാത്രിയിൽ ബൈഅത്ത് ചെയ്ത ഒരാളിൽപ്പെട്ട ആളാണ്. ആ സംഭവമൊന്നും ഇപ്പോ വിശദീകരിക്കുന്നില്ല. അതായത് ഒരു 72 ആളുകൾ 72 ആളുകളോട് ആ സംഘത്തിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി വരികയും അങ്ങനെ അവര് ബൈഅത്ത് ചെയ്യുകയും ചെയ്ത ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു രാത്രിയാണ് അഖബയുടെ രാത്രി. അതിൽ സാക്ഷ്യം വഹിച്ച 72 ആളുകൾപ്പെട്ട ഒരാളാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തികഞ്ഞ പണ്ഡിതനായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ, മുഹാജിറായി വന്നപ്പോൾ, അവിടെ മുആദ് ബിൻ ജബൽ എന്ന് പറയുന്ന മദീനക്കാരനായ ചെറുപ്പക്കാരൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലായി നിലകൊള്ളുകയും അവിടുത്തെ കയ്യിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതുപോലെ ദീനിന്റെ നിയമങ്ങളൊക്കെ പരിപൂർണമായി സ്വീകരിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ഏറ്റവും നല്ല പണ്ഡിതനായി, അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്ന ആളുമായി, ശറഅ് നന്നായി അറിയുന്ന ആളായി മഹാനവറുകൾ മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യസീദ് ബിൻ ഖുത്തൈബ് എന്നവർ പറഞ്ഞു, ഞാൻ ഹെംസിലെ മസ്ജിദിൽ ഞാൻ പ്രവേശിച്ചു. ആ സമയത്ത് മുടി ചടകുത്തിയ ഒരു ചെറുപ്പക്കാരൻ, അവര് ആ ചുരുണ്ട മുടികളുള്ള അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗവും ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫൈദാ തകല്ലമ കഅന്നമ യഖ്റുജു മിൻ ഫീഹി നൂറുൻ വലുഉലൂൻ. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രകാശവും മുത്തുകളും അവരുടെ വായയിൽ നിന്ന് ഇങ്ങനെ നിർഗളിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ്? അപ്പൊ പറഞ്ഞു, ഇത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോ നല്ല സംസാര വൈഭവമുള്ള, അതുപോലെ വലിയ ഹിഫ്ളുള്ള മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഞാൻ ഡമസ്കസിലെ മസ്ജിദിൽ ചെന്നപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ഹൽഖയുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട വലിയ വമ്പന്മാർ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് ഞാൻ അവരിലേക്ക് നോക്കിയപ്പോൾ നല്ല കണ്ണിൽ സുറുമെഴുതിയ പോലെ നല്ല കാണാൻ അഞ്ഞന കണ്ണുള്ള ഒരാള്, അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നു. ആ സമയത്ത് ആർക്ക് എന്ത് സംശയം വന്നാലും എല്ലാവരും ആ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ അവരിലേക്കാണ് ചെല്ലുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിരീക്ഷിച്ചു നിന്നു. ഞാൻ അവസാനം എന്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, മൻ ഹാദാ, ഇതാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആണ്. ഇനി നമ്മൾ പറഞ്ഞാൽ എങ്ങനെ നീണ്ടുപോകും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബി, യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗവർണറായി നിയോഗിച്ച പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഏതായാലും ഈ രണ്ട് സ്വഹാബികൾ പറയുന്നു, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണം. ഹൈസുമാ കുൻത, നിങ്ങൾ എവിടെയാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും എന്ന അർത്ഥം അതിന് കിട്ടും. സ്വന്തം നാട്ടിലാവട്ടെ, യാത്രയിലാവട്ടെ, ആളുകളോട് കൂടെയാകട്ടെ, ഒറ്റക്കാവട്ടെ, അതുപോലെ രാവാകട്ടെ പകലാകട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും, അതാണ് ഹൈസുമാ കുൻത്. എപ്പോഴായാലും വേണ്ടില്ല, നിങ്ങൾ എവിടെയാലും വേണ്ടില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിന് തഖ്വ ചെയ്യണം. നമ്മൾ അദ്കിയായിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, തഖ്വല്ലിലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. എല്ലാ വിജയത്തിന്റെ വിഹായിസുകളെ കീഴടക്കാനുള്ള മണിമന്ത്രം അത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുക, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ തടുക്കാൻ നമ്മളൊരു സംരക്ഷണ വലയം തീർക്കുക. ഇതാണ് ഭാഷാപരമായി തഖ്വ എന്ന് പറഞ്ഞാൽ, അത്രയേ ഉള്ളൂ. അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹു കൽപ്പിച്ചത് മുഴുവൻ എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുക. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ ജാമിഉം മാനിയുമായ ഒരു കലിമത്താണ്. അതായത് എല്ലാ കാര്യങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാം കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കലതിൽ പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞതാണ് ഇമാമുമാരനുസരിക്കാൻ. ഇങ്ങനെ ഇന്ന് വരെയുള്ള നമുക്ക് എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അത് മുഴുവൻ അതിൽ പെട്ടു. എന്തെല്ലാം ഒഴിവാക്കേണ്ടതുണ്ടോ അത് മുഴുവൻ അതിൽ പെട്ടു. അപ്പോ
അതുപോലെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ ഇടപാടുകൾ, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതാ. എല്ലാറ്റിലും തഖ്വ വേണം. അപ്പോ നബി സല്ലല്ലാഹു അള്ളാഹുവും കൽപ്പിച്ചതെന്തോ അത് അനുസരിക്കുക, അള്ളാഹു തആല വിരോധിച്ചതെന്തോ അത് വെടിയുക. ഇതാണല്ലോ തഖ്വ. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നിങ്ങൾ എവിടെയായിരുന്നാലും തഖ്വയുണ്ടാവുക. ചില ആളുകൾക്ക് ആളുകളുടെ ഇടയിൽ നല്ല തഖ്വയായിരിക്കും, ആളുകളുടെ ഇടയിൽ സൂഫിയായിരിക്കും. അതുപോരാ, രഹസ്യത്തിൽ തഖ്വ വേണം. ഒറ്റക്കാണെങ്കിൽ തഖ്വ വേണം. അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം. അള്ളാഹു തആല വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ സ്വന്തമാകുമ്പോഴും ഇരട്ടത്താകുമ്പോഴും കഴിയണം. ഇനി അഥവാ അതിന്റെ ബാക്കി, അപ്പൊ ഇനി നമ്മൾ അത് വിശദീകരിക്കുക, നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പകർത്തുക. ഇത്തഖില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്നോടും നിങ്ങളോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞ വർത്താനാണത്. ഇത്തഖില്ലാഹ്, അള്ളാഹിനെ പേടിക്കണേ. അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക, വേണ്ടാന്ന് പറഞ്ഞത് ഒഴിവാക്കുക. ഹൈസുമാ കുൻത്, നിങ്ങൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും. എന്നിട്ട് പറഞ്ഞു, അത്ബഇസ് സയ്യിഅത അൽ ഹസനത തംഹുഹ, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ ദംബ്, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റ്, അതാണ് സയ്യിഅത്ത്. അതിനോട് നിങ്ങൾ തുടർത്തുക, അതിനോട് നിങ്ങൾ തുടർത്തിക്കൊണ്ടുവരിക അൽ ഹസനത, നന്മയെ. അതായത് നമ്മൾ തെറ്റ് ചെയ്യരുത്, അഥവാ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്താലോ തംഹുഹ, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയും. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് ഒരു ശിക്ഷയുണ്ട്, ഒരു നന്മ ചെയ്താലോ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് പകരം നമ്മൾ ഒരു നന്മ നമ്മൾ ചെയ്യുക. എന്നാലും നമ്മൾ പേടിക്കണം, കാരണം തെറ്റ് തെറ്റായി രേഖപ്പെടുത്തപ്പെടും. നന്മ നന്മയായി രേഖപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നിയ്യത്ത് നന്നാവണം, ആ ചെയ്യുന്ന രീതി നന്നാവണം. അതിന് ഒരുപാട് നിബന്ധനകളുണ്ടല്ലോ. അപ്പൊ അല്ലാഹു തആല അവന് അത് സ്വീകരിച്ച് കിട്ടണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ ഒരു നന്മ ചെയ്യുക. എങ്കിലോ തംഹുഹ, ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. വഖാലിഖിന്നാസ, ആളുകളോട് നിങ്ങൾ പെരുമാറുക. ബിഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവം കൊണ്ട്, നല്ല സ്വഭാവം കൊണ്ട് ആളുകളോട് നിങ്ങൾ ഇടപഴകുക, ആളുകളോട് പെരുമാറുക. അത് വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ നിങ്ങൾ മഹത്തായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്, അങ്ങയുടെ സ്വഭാവമെങ്ങാനും പരുഷ സ്വഭാവമായിരുന്നുവെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ഈ സ്വഹാബികളൊന്നും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല നബിയെ, നിങ്ങളെ കൂടെ ഉണ്ടാവില്ല, അവരൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഭാവം അത് ഖുർആനായിരുന്നു. മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിശൻ വല മുതഫാഹിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറി പറയുന്ന ആളോ അല്ലെങ്കിൽ ദുർനടപ്പ് ഉള്ള ആളോ അല്ല. വാക്കിലും ചീത്തയില്ല, പ്രവൃത്തിയിലും ചീത്തയില്ല. അങ്ങനെയുള്ള ഏറ്റവും നല്ല ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയാണ് നമ്മുടെ മാതൃക. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു സൂറത്തുൽ അഹ്സാബിൽ, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. അപ്പൊ നിങ്ങൾ സൽസ്വഭാവം കൊണ്ട് ആളുകളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഭാവം, അവിടുന്ന് ചിരിച്ചതുപോലെ ചിരിക്കുകയും അവിടുന്ന് ധർമ്മം ചെയ്തതുപോലെ ധർമ്മം ചെയ്യുകയും അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്തതുപോലെ വിട്ടുവീഴ്ച ചെയ്യുകയും അതുപോലെ അവിടുന്ന് ആളുകളെ കാണുമ്പോൾ സലാം പറയുന്നു, പുഞ്ചിരിക്കുന്നു, ഇങ്ങനെ പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബഅൻ വതാബിഅൻ ലാ തഅദില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വൽസ്വഭാവം ജീവിതത്തിൽ പകർത്തുക. വല്ലാത്ത ഒരു ഉപദേശമാണ്. ഈ ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു
റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണിത്. മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു വഖാല ഹദീസുൻ ഹസനുൻ, ചില നുസ്ഖയിലുള്ളത് വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. അപ്പോൾ പ്രമാണയുക്തമായ വളരെ നല്ല സ്വഹീഹായ പരമ്പരയിലൂടെ വന്ന ഹദീസാണിത്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ചെയ്യാനും, അപ്പൊ തഖ്വ മാത്രം പോരാ, നമ്മൾ അള്ളാഹു പറഞ്ഞത് കേൾക്കുക, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം, ദൈവഭക്തി എന്ന് പറയും, അതിനും തഖ്വ എന്ന് പറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, അത്തഖ്വ ഹാഹുന, തഖ്വ ഹൃദയത്തിലാണ്. അത് ദൈവഭക്തി എന്ന് പറയുന്ന ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ പേടിയാണ്. ആ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ തലപ്പാവിലോ നമ്മുടെ വേഷത്തിലോ അല്ല. അതിനുശേഷം അത് ഉള്ളതോടു കൂടെ നമ്മൾ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. അഥവാ തിന്മ സംഭവിച്ചു പോയാൽ, മാനുഷികമായി സംഭവിക്കും, ഉടനെ തന്നെ നന്മ ചെയ്യുക, ആ തിന്മയെ അത് മായ്ച്ചു കളയും. എന്നിട്ട് അത് നമ്മുടെ വ്യക്തി ജീവിതമാണ്. നമ്മൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അപ്പൊ വ്യക്തി ജീവിതത്തിൽ തഖ്വ വേണം. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ആളുകളോട് സൽ സ്വഭാവത്തിൽ പെരുമാറണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് ഖുലുഖുൻ ഹസൻ, അത് സൽ സ്വഭാവമായിരിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അവരുടെ ഭാര്യയോട് ഒന്ന് പുഞ്ചിരിച്ച് പെരുമാറാൻ അയാൾക്ക് കഴിയില്ല. ചില പെണ്ണുങ്ങൾ നന്നായി നിസ്കരിക്കും, നോമ്പെടുക്കും, പക്ഷേ ഭർത്താവ് എന്ത് ചെയ്താലും കുഴപ്പം, കുറ്റം, മരുമകൾക്ക് കുറ്റം, അമ്മായിമാർക്ക് കുറ്റം. ഇങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്ത, സൽ സ്വഭാവം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ആളുകൾ, അതൊരു വലിയ പോരായ്മയാണ്. മീസാനിൽ നമ്മുടെ അമലുകൾ തൂങ്ങിക്കിട്ടണമെങ്കിൽ സൽ സ്വഭാവം എന്ന് പറയുന്ന ആ വലിയ ഒരു നിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പോരായ്മകൾ തിരുത്താനും നന്മകൾ കൊണ്ട് നമ്മുടെ ഖൽബ് നിറക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.